അടുത്ത വിഷുക്കാലത്ത് മലയാളികൾ ഇത് കണ്ട് ചിരിക്കോ? ഇല്ല, ഒരിക്കലുമില്ല. നമ്മൾ ഒരുപാട് കാലം സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു സീൻ, ഒരു പടക്കം പൊട്ടിക്കുന്ന ചേട്ടൻ്റെത്. ആ റീല്, ആ സംഭവം മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു? അയ്യോ, നമ്മൾ ഈ സിനിമ കഴിഞ്ഞ വിഷുവിന്, എല്ലാ വിഷുവിനാണല്ലോ ഈ സാധനം സ്റ്റിക്കറായിട്ട് വന്നതും വീഡിയോ ആയിട്ട് വന്നതും. അപ്പോൾ നമ്മൾ സിനിമ അഭിനയിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് കോമഡിയാണെന്നാണ് കരുതിയിരിക്കുന്നത്. പക്ഷെ സിനിമയിൽ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴാണ് ഇതിങ്ങനെ ആയിരുന്നല്ലോ ദൈവമേ. രണ്ടായിട്ടാണ് എടുത്ത്. ഒരു ദിവസം നമ്മൾ പടക്കം പൊട്ടണെടുത്ത്, ഒരു ദിവസം ആ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് കെട്ടിപ്പിടിക്കണെടുത്ത്, രണ്ടായിട്ട് തന്നെ എടുത്ത്. പക്ഷേ ഇത് ഇപ്പം നേരത്തെ പറഞ്ഞിട്ട് ഇവരുടെ മാജിക്കിലേക്ക് ഉൾപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ആ സ്ക്രീനിലെ ആ മാജിക്ക് മനസ്സിലാവുന്നത്. നമുക്കത് എടുത്തപ്പോഴും ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് തോന്നില്ല. അതിനകത്താണ് എനിക്ക് തോന്നുന്നത് ആ കൊച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നതിൽ ഒരു കണ്ണിൽ നിറഞ്ഞിരിക്കണം, അപ്പോൾ ഉരുണ്ട് വീഴും. ചിലപ്പോൾ കണ്ണ് നിറച്ചൊക്കെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഞാൻ കരയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടിരുന്നു. ആ സമയത്ത് കണ്ണടഞ്ഞു പോകും, അപ്പോൾ വെള്ളം ഇങ്ങനെ പോകും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. ഇത് കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തരും ഇങ്ങനെ സ്ലോ മോഷനിലൊക്കെ ഇട്ടിട്ട് പുള്ളി നെഞ്ചിടിച്ചാണ് വീഴണത്. അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നുള്ളത് എനിക്കും ഇപ്പോൾ ഒരു അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ കുറേ ആളുകൾ വിളിച്ചപ്പോൾ അയാളുടെ പുള്ളി ചേട്ടൻ്റെ നമ്പർ അറിയാമോ, ചേട്ടൻ്റെ വീട് അറിയാമോ? ഞാൻ പറയും എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ കാണുന്ന പോലെ ഞാനും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളതിന് വേണ്ടിയിട്ട് പുള്ളിനെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ്. ചിലപ്പോൾ മിക്കവാറും ഈ വിഷുവിനാകുമ്പോഴേക്കും പുള്ളി സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ എനിക്കും താല്പര്യമുണ്ട്, എല്ലാവർക്കും താല്പര്യമുണ്ട്. എന്തായാലും അത് കണ്ടുപിടിക്കും.